മലേഷ്യയുടെ കൊളോണിയൽ കാലഘട്ടത്തിൻ്റെ നിരവധി സാംസ്കാരിക മുദ്രകൾ പേറുന്ന നഗരമാണ് പെറക്കിൻ്റെ ആസ്ഥാനമായ ഇപ്പോ. ചുറ്റിലും ചുണ്ണാമ്പ് മലകൾ നിറഞ്ഞ നിരവധി ഗുഹകളുള്ള ബുദ്ധന്മാരും തമിഴന്മാരും ഒരുപോലെ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇപ്പോ നഗരിയിൽ നിന്നാണ് ഈ ലക്കം ജേണിയിസ്റ്റ്. മലേഷ്യയിലെ ധനികന്മാരിൽ നല്ലൊരു പങ്കും താമസിക്കുന്ന നഗരമാണ് ഇപ്പോ. ഒരു കാലത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ ടിൻ ഖനനം നടന്ന പറാക്ക് താഴ്വരയുടെ തലസ്ഥാന നഗരിയായതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് ഇത്രയധികം സമ്പൽ സമൃദ്ധി ഉണ്ടായത്. ഒറ്റ നോട്ടത്തിൽ തന്നെ അതൊരു പഴങ്കഥയാണെന്ന് തോന്നിക്കുന്ന അവസ്ഥയാണ് ഇന്നത്തെ ഇപ്പോ നഗരത്തിനുള്ളത്. മലേഷ്യയിലെ മറ്റ് നഗരങ്ങളെ മറികടക്കുന്ന രീതിയിലുള്ള മാർക്കറ്റുകളോ അത്യാകർഷകമായ കെട്ടിടങ്ങളോ ഒന്നും ഒറ്റനോട്ടത്തിൽ ഇന്നത്തെ ഇപ്പോ നഗരത്തിൽ കാണാനാവില്ല. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇപ്പോവിനെ കുറിച്ച് അങ്ങനെ ഒരു വിശ്വാസം രൂപപ്പെട്ടത് ഇപ്പോഴും ബാക്കിയുണ്ടെന്ന് മാത്രം. അതൊരു തെറ്റായ വിശ്വാസമാണെന്ന് പെട്ടെന്ന് തന്നെ ബോധ്യപ്പെടുന്ന രസകരമായ ഒരു ഉദാഹരണമാണ് ഈ റെയിൽവേ സ്റ്റേഷൻ. മലേഷ്യയുടെ താജ്മഹൽ എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ വിശേഷിപ്പിക്കപ്പെടുന്നത്. താജ്മഹലുമായി രൂപത്തിൽ എന്തെങ്കിലും ഒരു സാമ്യം ഇല്ലെങ്കിൽ പോലും പേര് അങ്ങനെയായി മാറി. അതേസമയം സമ്പന്നമായ ഒരു ഭൂതകാലം അവകാശപ്പെടാനാവുന്ന പട്ടണമാണ് ഇപ്പോ എന്നതിൽ ഒരു തർക്കവുമില്ല. എന്നല്ല, സവിശേഷമായ ചില കാര്യങ്ങളെ ചൊല്ലി ഏറെ പേരുകേട്ട നഗരം കൂടിയാണ് ഇന്നത്തെ ഇപ്പോ. അതിലൊന്നാണ് വൈറ്റ് കോഫി. പേര് കേൾക്കുമ്പോൾ തോന്നുക കാപ്പിയുടെ നിറം അങ്ങനെ ആയതുകൊണ്ടാവും ഈ പേര് വന്നതെന്നാണ്. നിറമല്ല, മറിച്ച് കോഫി ബ്ലെൻഡ് ചെയ്യുന്ന രീതിയും അതിൻ്റെ ചരിത്രവും ഒക്കെ ചേർന്നുണ്ടായ പേര് മാത്രമാണിത്. ഇപ്പോ നഗരത്തിലെ ചരിത്രപ്രസിദ്ധമായ കോങ് ഹെങ് ഹോട്ടലിൽ നിന്നാണ് ജേണിയിസ്റ്റ് ഈ കോഫിയുടെ രുചി പരീക്ഷിച്ചത്. പാം ഓയിലിലോ ഡാൽഡയിലോ ചെറുതീയിൽ വറുത്തെടുക്കുന്ന കാപ്പിക്കുരുവിൽ നിന്നാണ് വൈറ്റ് കോഫി തയ്യാറാക്കുന്നത്. പൊതുവെ റോബസ്റ്റ കോഫിയാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഒരൽപ്പം കോഫിയ അറബിക്കയും ചേർക്കാറുണ്ട്. ഇപ്പോയിലെ ചുണ്ണാമ്പ് മലകളിലൂടെ ഊറിയെത്തുന്ന വെള്ളം ഈ കോഫിയുടെ രുചി വർദ്ധിപ്പിക്കുന്നുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ കോങ്ഹങ് ഹോട്ടൽ എന്ന് പറയുന്നത് 100-ലേറെ വർഷം പഴക്കമുള്ള ഇപ്പോ നഗരത്തിൻ്റെ ഏറ്റവും പഴയ ഹെറിറ്റേജ് പാരമ്പര്യങ്ങളുടെ ഭാഗമായിട്ട് അംഗീകരിക്കപ്പെട്ടൊരു ഹോട്ടലാണ്. ഇതിൻ്റെ മുകളിലായിരുന്നു ഒരു കാലത്ത് ഹോസ്റ്റൽ ഉണ്ടായിരുന്നു, നടിമാർക്ക് വേണ്ടിയിട്ടുള്ള ഹോസ്റ്റൽ. ഇതിൻ്റെ ബാക്കിലായിരുന്നു ചൈനീസ് ഓപ്പറ നടന്നിരുന്ന ഹാള്. ഈ ഹോട്ടൽ ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷതകളിലൊന്നും ഇവിടെ കിട്ടുന്ന വൈറ്റ് കോഫിയാണ്. ഈ വൈറ്റ് കോഫി ഇപ്പോ നഗരത്തിൻ്റെ മാത്രം പ്രത്യേകതയായിട്ടാണ് മനസ്സിലാക്കപ്പെടുന്നത്. അതുപോലെ ഈ ഒരു വിഭവം ഇത് കപ്പ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ചൈനീസ് വിഭവമാണ്, പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും കപ്പ കൊണ്ട് ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവം ഉണ്ടാക്കുന്നതായിട്ട് എൻ്റെ അറിവിലില്ല. അതുപോലെ ഇവിടെ ഈ പ്രദേശത്ത് ഒരു കാലത്ത് കോൺകുംബൈൻ ലൈൻ എന്ന പേരിൽ വെപ്പാട്ടിമാരുടെ അല്ലെങ്കിൽ ചൈനീസ് ഭാഷയിൽ പറയുകയാണെങ്കിൽ രണ്ടാമത്തെ മിസ്ട്രസ്സുമാരുടെ ഭാര്യമാരുടെ ഒരു തെരുവ് തന്നെയാണ് ഇതിന് മുമ്പിലുണ്ടായിരുന്നത്. ഇന്ന് അതൊക്കെ മാറിയിട്ട് അവിടെയൊക്കെ നിറയെ വ്യാപാര കേന്ദ്രങ്ങളും ഒക്കെ വന്ന് നഗരത്തിൻ്റെ ചരിത്രം തന്നെ മാറിപ്പോയിട്ടുണ്ട്. ടിൻ ഖനന കാലഘട്ടത്തിലെ സമ്പൽ സമൃദ്ധിയുമായാണ് കോൺകുബൈൻ തെരുവിന് ബന്ധം. പക്ഷെ ജേണിയിസ്റ്റ് മനസ്സിലാക്കിയിടത്തോളം ഈ തെരുവിനെക്കുറിച്ച കഥകൾക്ക് യാഥാർത്ഥ്യവുമായി വലിയ ബന്ധമൊന്നുമില്ല. മുംബൈ കാമാത്തിപ്പുരയിലെ ചുവന്ന തെരുവ് പോലെയോ തായ്ലൻഡിലെ പാറ്റ്പോങ് തെരുവ് പോലെയോ ലൈംഗിക തൊഴിലാളികളുടെ ഇടമായിരുന്നില്ല ഇത്. ഒറ്റനോട്ടത്തിൽ ഈ ഇടുങ്ങിയ തെരുവുകൾ തെറ്റായ ഒരു ചിത്രം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ കൂടിയും കോൺകുബൈൻ തെരുവിൻ്റെ ചരിത്രം മറ്റൊന്നാണ്. ധനികരായ ചൈനീസ് വ്യാപാരികൾ ആരുമറിയാതെ നിലനിർത്തിയ രണ്ടാം ഭാര്യമാരുടെ വീടുകളായിരുന്നു ഈ ഇടുങ്ങിയ ഗലികൾക്കകത്ത് ഉണ്ടായിരുന്നത്. പുറമേ നിന്നുള്ള ആരെയും ഈ വീടുകളിൽ പ്രവേശിപ്പിക്കാറുണ്ടായിരുന്നില്ല. രണ്ടാം ഭാര്യ എന്നത് ചൈനീസ് സങ്കല്പങ്ങളിൽ തീർത്തും തെറ്റായ പ്രവൃത്തിയായിരുന്നതുകൊണ്ട് ഈ ഗലികളെക്കുറിച്ച് പൊടിപ്പും തങ്കലും വെച്ച ഒരുപാട് കഥകൾ പിൽക്കാലത്ത് പ്രചാരം നേടി. ഈ കഥകളാണ് ഇന്ന് മലേഷ്യയിലെത്തുന്ന സഞ്ചാരികൾ കൂടുതലും കേൾക്കുന്നത്. പഴയ നഗരത്തിലെ ചരിത്ര സ്മാരകങ്ങളുടെ കൂട്ടത്തിലെ പ്രധാനപ്പെട്ട ഇടമായി കാലക്രമേണ കോൺകുബൈൻ സ്ട്രീറ്റ് മാറുകയും ചെയ്തു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇപ്പോ നഗരത്തിന് കാതലായ മാറ്റങ്ങൾ സംഭവിച്ചതോടെ ഈ തെരുവ് വാണിജ്യ പ്രാധാന്യമുള്ള ഇടങ്ങളിലൊന്നായി മാറുകയും ചെയ്തു. അന്നത്തെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവമായിരുന്നു ജെയിംസ് വീലർ വുഡ്ഫോർഡ് ബുർച്ച് എന്ന ബ്രിട്ടീഷ് ഗവർണറുടെ വധം. മലേഷ്യയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചൂടുറപ്പിക്കാൻ വഴിയൊരുക്കിയ നിർണായകമായ സംഭവമായിരുന്നു അത്. പെറക്കിലെ സുൽത്താനുമായി ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു കരാറിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഉപദേശകനായി ഇപ്പോയിലെത്തിയ ബുർച്ച് വളരെ പെട്ടെന്ന് തന്നെ പ്രദേശത്തെ ജനങ്ങളുമായി ഏറ്റുമുട്ടാൻ ആരംഭിച്ചു. നികുതി പിരിവിനായി സുൽത്താൻ ഏർപ്പെടുത്തിയ പരമ്പരാഗത സമ്പ്രദായങ്ങളെ കൂടിയാലോചനയില്ലാതെ മാറ്റിമറിച്ച് പ്രദേശവാസികളുടെ എതിർപ്പ് ക്ഷണിച്ചു വരുത്തിയ ബുർച്ച് ഒടുവിൽ കൊല്ലപ്പെട്ടു. മഹാരാജ ലീല എന്ന മുസ്ലിം ഗോത്ര നേതാവാണ് നിർണായകമായ ഈ യുദ്ധം നയിച്ചത്.
അതോടെ സൈനിക നടപടിയുമായി രംഗത്തിറങ്ങിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പറക്കിലെ സുൽത്താനെ കീഴടക്കി മേഖലയുടെ ഭരണം പിടിച്ചെടുത്തു. അവിടെ മുതൽക്ക് ആരംഭിച്ച ബ്രിട്ടീഷ് ഭരണത്തിന് കാരണക്കാരനായി മാറിയ ബിർച്ചിന്റെ സ്മാരകമാണ് ഇക്കാണുന്ന സമയഗോപുരം. മഹാരാജ ലീലയാകട്ടെ മലേഷ്യയിലെങ്ങും സ്മാരകങ്ങളുള്ള ധീരദേശാഭിമാനിയായി പിൽക്കാലത്ത് ബഹുമാനിക്കപ്പെടുകയും ചെയ്തു. പെറക്ക് മേഖലയുടെ ആസ്ഥാനമായ ഇപ്പോ നഗരം എന്ന് പറയുന്നത് ചുറ്റിലും ചുണ്ണാമ്പ് കല്ലുകൾ നിറഞ്ഞ നിരവധി ഗുഹകളുള്ള, ബ്രിട്ടീഷ് സംസ്കാരത്തിൻ്റെയും ഡച്ച് സംസ്കാരത്തിൻ്റെയും നിരവധി ശേഷിപ്പുകളുള്ള, മനോഹരമായ ഭക്ഷ്യ സംസ്കാരമുള്ള, എല്ലാറ്റിനുമുപരി നിറയെ സ്ട്രീറ്റ് ആർട്ടുകൾക്ക് പ്രസിദ്ധമായ ഒരു നഗരമാണ്. പേരുകൊണ്ട് പരിചയം തോന്നുമെങ്കിലും രുചി കൊണ്ട് വേറിട്ടു നിൽക്കുന്നവയാണ് ഇവിടുത്തെ ചൈനീസ് ഹോട്ടലുകളിൽ ലഭിക്കുന്ന വിഭവങ്ങൾ. ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിൽ ചൈനീസ് എന്ന പേരിൽ വിളമ്പുന്ന വിഭവങ്ങളിൽ പലതും യഥാർത്ഥത്തിൽ ഒറിജിനൽ അല്ലെന്ന് തിരിച്ചറിയുന്നത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ്. ഇന്ത്യയിൽ വിളമ്പുന്ന ചൈനീസ് വിഭവങ്ങളിൽ ഉപയോഗിക്കുന്ന പല ചേരുവകളും യഥാർത്ഥ ചൈനീസ് പാചക സമ്പ്രദായത്തിൽ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന സാധനങ്ങളെടുത്ത് ചൈനക്കാർ പാകം ചെയ്യാറേയില്ല. ഇന്ത്യൻ മാതൃകയിൽ ചില്ലി സോസ്, വിനാഗിരി, ടൊമാറ്റോ കെച്ചപ്പ് മുതലായവ അമിതമായി ഉപയോഗിക്കുമ്പോൾ ഒറിജിനൽ ചൈനീസ് വിഭവങ്ങളിൽ ബീൻസ് പാസ്റ്റേഴ്സിനും ഫ്രഷായ പച്ചക്കറികൾക്കും ഓയിസ്റ്റർ സോസിനുമാണ് പ്രാധാന്യം. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ എരിവ് ഉപയോഗിക്കുന്നിടത്ത് പോലും യഥാർത്ഥ ചൈനീസ് രീതിക്ക് ഇന്ത്യയിലേതുമായി വലിയ വ്യത്യാസമുണ്ട്. ഈ ഭക്ഷണപ്പൊലിമയെ അടുത്തറിയാൻ സഹായിക്കുന്ന നഗരം കൂടിയാണ് ഇപ്പോ. 100-ലേറെ വർഷങ്ങളായി റെസ്റ്റോറന്റ് മേഖലയിൽ രംഗത്തുള്ള കോങ്ഹങ് ഹോട്ടലിന്റെ മെനുവിൽ തനത് മാതൃകയിലുള്ള നിരവധി ചൈനീസ് വിഭവങ്ങളുണ്ട്. യഥാർത്ഥ ചൈനീസ് മാതൃകയിൽ പാചകം ചെയ്യുന്നതിന് സാമൂഹികമായ തടസ്സങ്ങൾ ഇല്ലാതെയല്ല. അതിലൊന്നാണ് ലാഡ് എന്ന പന്നിയിൽ നിന്നെടുക്കുന്ന നെയ്യ്. മലേഷ്യയിൽ ഇത് ഉപയോഗിക്കുന്നില്ലെന്നാണ് കോങ്ഹങ് ഹോട്ടലിലുള്ളവർ പറയുന്നത്. ടിൻ ഖനന കാലം ബാക്കിയിട്ട നിരവധി സാംസ്കാരിക മുദ്രകൾ ഇപ്പോ നഗരത്തിൽ ഇപ്പോഴുമുണ്ട്. റെയിൽവേ സ്റ്റേഷൻ, ബിർച്ച് മെമ്മോറിയൽ ടവർ എന്നിവയ്ക്ക് പുറമെ ഇപ്പോ ടൗൺ ഹാൾ, മസ്ജിദ് പാൻഗ്ലിമ കിൻറ്റ, പഴയ ചാർട്ടേഡ് ബാങ്ക് കെട്ടിടം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ഇവയൊക്കെയും കൊളോണിയൽ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടവയാണ്. പറാക്ക് മേഖലയുടെ ആസ്ഥാന മസ്ജിദായ പാൻഗ്ലിമ കിൻറ്റ നിർമ്മിച്ചത് പക്ഷേ ബ്രിട്ടീഷുകാരല്ല. അവരോടുള്ള എതിർപ്പ് നിലനിർത്തിക്കൊണ്ടുതന്നെ പ്രദേശത്തെ മുസ്ലിം പ്രമാണിമാരിൽ ഒരാളായ മുഹമ്മദ് യൂസഫ് ആണ് ഈ മസ്ജിദ് പണി കഴിപ്പിച്ചത്. അതേസമയം ഈ മസ്ജിദിൽ ആംഗ്ലോ ഇന്ത്യൻ വാസ്തുവിദ്യയുടെ സ്വാധീനം നിറഞ്ഞു നിൽക്കുന്നത് കാണാനാവുന്നുണ്ട്. പഴയ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മിതികളിൽ ഒന്നാണിത്. ബിർച്ച് മെമ്മോറിയലിന് ചുറ്റുമായി സ്ഥിതി ചെയ്യുന്ന ഈ തെരുവുകളിൽ നമുക്ക് മറ്റൊരു മലേഷ്യയാണ് കാണാനാവുക. നഗരത്തിലൊരിടത്ത് ഒരു റോഡിന് ലക്ഷ്മണ എന്ന പേരെഴുതി വെച്ചത് കാണാം. പക്ഷേ ഈ പേരിന് മഹാഭാരതവുമായിട്ടല്ല ബന്ധം. മലേഷ്യൻ ഭാഷയിൽ ക്യാപ്റ്റൻ എന്നോ കമാൻഡർ എന്നോ ഒക്കെയാണ് ലക്ഷ്മണയുടെ അർത്ഥം. 4 വ്യത്യസ്ത സംസ്കാരങ്ങളുടെ പലതരം ശേഷിപ്പുകളാണ് പഴയ ഇപ്പോ നഗരത്തെ വേറിട്ട് നിർത്തുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നഗരത്തിന്റെ ഭക്ഷണ സംസ്കാരം. പഴയ നഗരത്തിലും ഇപ്പോ ന്യൂ ടൗണിലും ഭക്ഷണത്തിന് പേരുകേട്ട നിരവധി തട്ടുകടകളുണ്ട്. ഇപ്പോയിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടങ്ങളിലൊന്നാണ് ഗർബങ് മാലം എന്ന രാത്രി മാർക്കറ്റ്. വസ്ത്രങ്ങളും കളിപ്പാട്ടങ്ങളും കൗതുക വസ്തുക്കളും ഇലക്ട്രോണിക് ഐറ്റങ്ങളും ഒക്കെയാണ് ഇവിടെ കൂടുതലുമുള്ളത്. ധാരാളം ചൈനീസ് റെസ്റ്റോറൻറ്റുകളുള്ള ഈ തെരുവ് വൈകുന്നേരത്തോടെയാണ് സജീവമാകുന്നത്. ഗ്രിൽ ചെയ്ത കടൽ വിഭവങ്ങളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണമെന്ന് തോന്നി. അർദ്ധരാത്രി വരെയും പ്രവർത്തിക്കുന്ന ഈ മാർക്കറ്റിൽ സഞ്ചാരികളുടെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ബബ്ലിമസ് എന്നറിയപ്പെടുന്ന വലിയ ഇനം നാരങ്ങ അത്യാവശ്യം നല്ല വിലക്ക് തന്നെ ഇവിടെ വിറ്റുപോകുന്നുണ്ട്. മുഴുപ്പുള്ള ഒരെണ്ണത്തിന് ഏകദേശം 650 രൂപയോളം വില വരും. മലേഷ്യൻ കറൻസി അനുസരിച്ചാണെങ്കിൽ 25 മുതൽ 30 റിങ്കിറ്റ് വരെയാണിത്. വളരെ ചെറിയ തോതിലുള്ള വിലപേശലൊക്കെ കച്ചവടക്കാർ അനുവദിക്കുന്നുണ്ട്. എങ്കിൽ പോലും 500 രൂപ ഏറ്റവും ചുരുങ്ങിയത് നൽകേണ്ടി വരും. ഇപ്പോ നഗരത്തിന് ചുറ്റിലുമുള്ള ചുണ്ണാമ്പ് മലകളിലാണ് ബുദ്ധമത വിശ്വാസികളുടെ മലേഷ്യയിലെ പ്രധാനപ്പെട്ട ഗുഹാക്ഷേത്രങ്ങളിൽ ചിലത് സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രങ്ങളെക്കുറിച്ച് നേരത്തെ ജേർണലിസ്റ്റ് ചെയ്ത എപ്പിസോഡിന്റെ ലിങ്ക് കമന്റിൽ ചേർത്തിട്ടുണ്ട്. മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേർണിസ്റ്റ് യാത്രകളുടെ മുൻലക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം നിങ്ങളിലേക്കെത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.